സിനിമാ മേഖലയിൽ എന്താണ് ഈ പറയുന്ന ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എന്താണ് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം സിനിമാ മേഖലയിലുള്ള സംഘടനകളുടെ ബാഹുല്യമാണ് അതിനൊരു പരിധി വരെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്നാൽ ഈ സംഘടനകളുടെ നേതാക്കന്മാരായിരിക്കുന്നവരൊക്കെ ഒന്നും എന്തില്ല ഇന്ന് സിനിമാ മേഖലയിൽ സജീവമായവരല്ല. അതെ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കാണേണ്ടതായിട്ട് എന്താണ്, ഇവിടെ ഈ പറയുന്ന രീതിയിൽ സുരേഷ് കുമാറിന് അദ്ദേഹം ഉൾക്കാലത്ത് ഈ പറയുന്ന പോലെ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ പറയുന്ന ഈ ഭാരവാഹികൾ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇന്ന് മലയാള സിനിമ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, സിനിമയിൽ ലൈവായിട്ട് നിൽക്കുന്ന ആരുമില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവർ കൂടിയിരുന്ന് എന്ത് ചെയ്യുന്നു, പുതുതലമുറ സിനിമ എടുക്കുന്നതിനെ എന്ത് ചെയ്യുന്നു, വിമർശിക്കുന്നു. താരങ്ങൾക്ക് സിനിമ എടുക്കാൻ പാടില്ല, കുറെ കൽപ്പനകൾ കൽപ്പിക്കുന്നു. ഞങ്ങൾ സമരത്തിലേക്ക് പോകുന്നു. ആര് സമരത്തിലേക്ക് പോകുന്നു? അവരന്നിട്ട് കുറെ പറയുന്നു എന്ത് ചെയ്യുന്നു, സിനിമകൾക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രാധാന്യം ലഭിക്കുന്നില്ല. അവർ തന്നെ ഒരു 27 പടമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ജനുവരിയിൽ ഫെബ്രുവരിയിൽ. ഈ 27 പടത്തിൽ ആകെ എന്താണ് 1, 2, 3 സിനിമ മാത്രമേ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടെങ്കിലും ഉള്ളൂ. ഇവിടൊക്കെ എവിടാണ് ഇതൊക്കെ റിലീസ് ചെയ്തതെന്ന് പോലും എന്തില്ല, ആർക്കും അറിയില്ല. കാരണം നമുക്കറിയാം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ പ്രേക്ഷകരെ ലഭിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല സിനിമയ്ക്ക് ഇപ്പോഴും എന്തുണ്ട്, പ്രേക്ഷകരുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ രേഖാചിത്രം മുതൽ ഇങ്ങോട്ട് ഓരോരോ സിനിമ ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്ന പൈങ്കിളി വരെയുള്ള പൊന്മാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളിലും എന്തുണ്ട്, കാണാൻ ആളുകളുള്ള ഈ പറയുന്ന കഥയുള്ള സിനിമകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടന്റ് ഉള്ള സിനിമകളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല വിജയം തിയേറ്ററിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങളത് ഏറ്റെടുക്കുന്നു, തിയേറ്ററുകൾ അതിനെ സ്വീകരിക്കുന്നു, തിയേറ്ററുകളിൽ എന്ത് ചെയ്യുന്നു, നിറഞ്ഞ സദസ്സോടു കൂടിയാണ് ഈ സിനിമകളൊക്കെ തന്നെ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ബിഗ് ഷോട്ടുകളായിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്നു. അതിന് സമാന്തരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള എന്ത് ചെയ്യുന്നു, ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ വിജയിക്കുന്നു. ഇവിടെ മഞ്ഞുമൺ ബോയ്സ് ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമയായിരുന്നു, അത് എത്രമാത്രം കളക്ഷൻ നേടി.